ആ മുസ്ലിം കുട്ടി എന്നുള്ള ആ ഒരു ലേബൽ ഞാൻ വേണ്ടാന്ന്. ജസ്ന ചേച്ചി ഇനി മുസ്ലിമല്ല. മുസ്ലിം എന്ന പേര് ഇനി ആരും പറയണ്ട എന്നാണ് ജസ്ന സലീം പറയുന്നത്. വെറൈറ്റി മീഡിയ എന്ന ചാനലിൽ ഇൻ്റർവ്യൂവിൽ ജസ്ന പറഞ്ഞ ഈ കാര്യം ഒട്ടേറെ മുമ്പേ പലരും പറഞ്ഞതാണ്. ജസ്ന ഒരു മുസ്ലിമേ അല്ല എന്ന്. തട്ടമിടാതെ മുസ്ലിങ്ങളുടെ ആചാരങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിയ നീ മുസ്ലിമല്ല എന്നുള്ളത് തുറന്നു പറയേണ്ട ഒരു കാര്യവുമില്ല. നീ മുസ്ലിമുമല്ല, ഇസ്ലാമുമല്ല. ജസ്ന സലീമിൻ്റെ ചാനലിൽ ജസ്ന ഒരു പോസ്റ്റ് കുറിച്ചിരുന്നു. ഇന്ന് വീടിൻ്റെ പാല് കാച്ചിലാണ്. സുബഹി നിസ്കാരത്തിന് ശേഷം മൗലീദ് ഓതി ഞങ്ങൾ കൂടിയിരുന്നു എന്ന്. അപ്പോൾ ആരോ ചോദിച്ചത്രേ, ജസ്ന സലീം മുസ്ലിമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സുബഹി നമസ്കരിക്കുക എന്ന്. അതിന് ജസ്ന പറഞ്ഞ മറുപടി, ഞാൻ സുബഹി നിസ്കരിച്ചു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ്. അതെൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും തീരുമാനമാണ്. ആ സമയത്ത് കയറണം എന്നുള്ളത്. ഞാൻ അവിടെ സൈഡിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്നു എന്ന്. ഏതായാലും ജസ്ന സലീം മുസ്ലിമല്ല എന്നാണ് പറയുന്നത്. തട്ടമിനി ഇടുകയുമില്ല. ഹിന്ദുവാണോ അതും വെളിപ്പെടുത്തിയില്ല. എന്നാൽ ഒരു കാര്യം ഇപ്പോൾ തീർച്ചയായും വെളിപ്പെടുത്തണം. നിങ്ങൾ മരിച്ചാൽ എങ്ങനെയാണ് ഞങ്ങൾ ശവസംസ്കാരം നടത്തേണ്ടത്? എൻ്റെ വിശ്വാസം എൻ്റെ മനസ്സിലാണെന്ന് പറയുന്ന ജസ്ന മരണപ്പെട്ടതിന് ശേഷം ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ വിശ്വാസം മനസ്സിലാക്കുക? മുസ്ലിമല്ല, മുസ്ലിം ആകാനും നിനക്ക് കഴിയില്ല. ഹിന്ദുവാണോ അതോ ഇനി ക്രിസ്ത്യാനിയായോ? അതല്ല, ഞാൻ മനുഷ്യനാണെന്ന് പറഞ്ഞ ജസ്ന മനസ്സിലാക്കേണ്ടത് മരണം നിനക്ക് തീർച്ചയായും വന്നെത്തും എന്നുള്ളതാണ്. ഇതുവരെ ജസ്ന സലീം തട്ടമിട്ടിട്ടാണ് നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ തട്ടമില്ലാതെ ഈ വെറൈറ്റി മീഡിയയുടെ മുമ്പിലേക്ക് വരുന്നത്. അത് മറ്റൊന്നുമല്ല, ഇന്നെന്ന് പറയുന്നത് ഈ ഒരു ദിവസം എന്നെ സംബന്ധിച്ച് എന്ന് പറയുന്നത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ജസ്ന സലീമിന് മതമില്ല. ഇനി ജസ്ന സലീം മുസ്ലിം ആണോ ഹിന്ദു ആണോ, നിന്റെ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട. ഇനി ഒരു തട്ടമിട്ടാലാണ് നമ്മളൊരു മുസ്ലിം മതസ്ഥ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു കെയർ ഓഫിൽ ഇനിയിപ്പോൾ തട്ടം ഇട്ടിട്ട് നിങ്ങൾ ആരും എന്നെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരൂല. ഇനി ആര് എന്നോട് ചോദിച്ചാലും നീ ഏതാണ് മതം, അല്ലെ നിനക്ക് ഏതാണ് മതം, അല്ലെ നിനക്ക് മരിക്കണ്ടേ, നിനക്ക് സ്വർഗത്ത് പോകണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റ ഉത്തരേ ഉള്ളൂ, ഞാനൊരു മനുഷ്യനാണ്. എൻ്റെ ഉമ്മയും വാപ്പയും എന്നെ കുട്ടിക്കാലത്തല്ലേ വേണ്ട എൻ്റെ ഉമ്മ പ്രസവിച്ച സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഏതാ മതം എന്നുള്ളത്. അതേപോലെ നീ മുന്നോട്ട് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. ഒരു മതത്തിൻ്റെ പേരിൽ ഇപ്പം നിങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി. ഇനി നിങ്ങളത് മാറ്റി പറയണം, കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി എന്നാക്കണം. ആ മുസ്ലിം കുട്ടി എന്നുള്ള ആ ഒരു ലേബൽ ഞാൻ വേണ്ടാന്ന് വെച്ചു. എൻ്റെ വിശ്വാസം അത് എന്താണെന്നുള്ള എൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. അതെനിക്ക് പുറമെ പ്രകടിപ്പിച്ച് നിങ്ങളത് വിശ്വസിപ്പിച്ച് കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല. അപ്പം അതേപോലെ ഞാനൊരു കാര്യം ഇന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് സുബഹി നിസ്കാരത്തോടുകൂടെ എൻ്റെ വീട്ടിൽ പാല് കാച്ചി വീട്ടിലേക്ക് കയറിയിരുന്നു. അപ്പോൾ അതിനോട് കൂടെ തന്നെ ഞാൻ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു, ജസ്ന സലീമിന് ഇനി മതമില്ല എന്നുള്ളത്. അപ്പോൾ ഒരാൾ പോസ്റ്റ് ഇട്ടത് ഞാൻ കണ്ടു, മതമില്ലാത്ത ഒരാൾ എങ്ങനെ സുബഹി നിസ്കാരം നിസ്കരിച്ചു? ഞാൻ നിസ്കരിച്ചു എന്ന് എവിടെയും പറഞ്ഞില്ല. സുബഹി നിസ്കാരത്തിന് ശേഷം മൗലൂദ് ഓതി എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയുടെ ബന്ധുക്കളും അവരവരുടെ വിശ്വാസപ്രകാരം, കാരണം കണ്ണനാലാണ് എനിക്കൊരു വീടുണ്ടായത്.